പ്രമാണിത്തം വരാൻ ബല്ലാൾമന ചാത്തുനായരുടെ മക്കൾ സ്കൂളാക്കാൻ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു. ബല്ലാൾമന അങ്ങനെ പാലോർ LP സ്കൂളായി. ദുർമരണങ്ങൾ നടന്നതുകൊണ്ടും കെട്ടുകഥകൾ ഇഷ്ടം പോലെ ഉണ്ടായതിനാലും അവിടെ പഠിച്ച കുട്ടികൾക്കും അധ്യാപകർക്കും മനസ്സമാധാനം തീരെ കുറവായിരുന്നു. തെക്ക് നിന്ന് വന്ന അധ്യാപകർ കാല് ശരിക്കും കുത്തുന്നതിന് മുന്നേ അവധിയെടുത്ത് നാട്ടിലേക്ക് വിട്ടു. റാക്കിലും സ്ത്രീകളിലും താല്പര്യമുള്ള അപൂർവം ചിലർ ജീവിതം അവിടെ കുടിച്ചുറപ്പിച്ചു. നാട്ടുകാരായ അധ്യാപകരാവട്ടെ ലഹരിയില്ലാതെ ക്ലാസ്സിലേക്ക് കയറിയതുമില്ല. അവിടെയാണ് ഭാസ്കരൻ പഠിച്ചത്, അവിടെയാണ് നളിനിയും പഠിച്ചത്. അവരുടെ കഥയും അവരുടെ ഭ്രാന്തും ആരംഭിക്കുന്നതും അവിടെ നിന്നാകുന്നു. നമസ്കാരം. കഥാകൃത്തും തിരക്കഥാകൃത്തുമായ PV ഷാജികുമാറിൻ്റെ ആദ്യത്തെ നോവൽ മരണവംശം. ഇന്നത്തെ ബുക്ക് മാർക്കിൽ ഈ പുസ്തകത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നോവലിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവം കൊന്നുകളഞ്ഞ കാമത്തെ തിരിച്ചു വിളിച്ച ഓർമ്മയാണ് ഞങ്ങൾക്ക് പൂരം. പൂരക്കളി പൂരത്തിൻ്റെ കളിയും. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൻ്റെ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. ആസക്തിയിൽ നിന്നുണ്ടായ 18 നിറങ്ങൾ. 1-ാം നിറം മുതൽ 18-ാം നിറം വരെ 318 പേജുകളിൽ വായനയുടെ ഒരു പുതിയ ലോകം തീർക്കുന്നുണ്ട് ഷാജികുമാർ. പാലോർ പുഴയും പേത്താളങ്കാനവും മൈത്താണിക്കാടുമൊക്കെ ചേർന്ന ഏർക്കാന എന്ന ദേശത്തിലെ കുഞ്ഞമ്മാറിൻ്റെയും ജാനകിയുടെയും തമ്പായിയുടെയും ഭാസ്കരൻ്റെയും ചന്ദ്രൻ്റെയും അരവിന്ദൻ്റെയും നളിനിയുടെയും കോമൻ നായരുടെയും മാത്രം കഥയല്ല മരണവംശം. അവിടെ പെയ്യുന്ന മഴയുടെയും തണലേകിയ മരങ്ങളുടെയും അതിൽ കൂടുകൂട്ടിയ കിളികളുടെയും കൊല്ലാനോ കൊല്ലപ്പെടാനോ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ചോരയുടെയും ഇതിനിടയിൽ നിസ്സഹായരാവുന്ന ജീവനുകളുടെയും കഥയാണ് മരണവംശം. ആ ദേശത്തെ അവിടുത്തെ ജീവനുകളെ അത്രമേൽ മികച്ച രീതിയിൽ നോവൽ അടയാളപ്പെടുത്തുന്നുമുണ്ട്. തീർച്ചയായും ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ ഒരു ഗംഭീര നോവൽ. അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. നോവലിലേക്ക് കയറാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട്. ആ പ്രദേശത്തെയും അവിടുത്തെ മനുഷ്യരെയും ഒന്ന് പരിചയപ്പെടാനുള്ള സമയം മാത്രമാണത്. പിന്നെ ഭാഷയുടെ മികവ് കൊണ്ടും കഥാപാത്രങ്ങളെ ആഴത്തിൽ തന്നെ പരിഗണിക്കുന്നത് കൊണ്ടും വായന നല്ല ഒഴുക്കിലാണ്. മനുഷ്യരെയും അവരുടെ വികാര വിചാരങ്ങളെയും മരണവംശം പരിഗണിക്കുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ട് തന്നെയാണ്. നേരും നെറുകേടും ശത്രുതയും പകപോക്കലും മരണവും രക്തസാക്ഷിത്വങ്ങളുമൊക്കെ ഈ മനുഷ്യരുടെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്നതും മരണവംശത്തിൽ എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രണയവും സൗഹൃദവുമൊക്കെ ചുറ്റുപാടുകൾ മാറുമ്പോൾ അതിൻ്റെ ഭാവങ്ങൾ കൂടെ മാറ്റുന്നുണ്ട്. പകയുടെയും പ്രണയത്തിൻ്റെയും ഇടയിൽ നിസ്സഹായരാകുന്ന മനുഷ്യരുണ്ട്. ഫാൻറ്റസി നിറയുമ്പോഴും നേരിൻ്റെ കഥകൾ പറയുന്നുണ്ട്. ഭാഷ പ്രാദേശികമാകുമ്പോഴും ജീവിതങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ ആ ദേശം കടന്നും മനുഷ്യനുള്ളിടത്തും ജീവനുള്ളിടത്തും ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നാട്ടുദൈവങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ നിസ്സഹായതകളെ മരണവംശം വരച്ചിരുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്രകൾ ഹൃദയം നുറുക്കുന്നുണ്ട്. അവരുടെ വേദനകൾക്കൊപ്പം ചെറുത്തുനിൽപ്പുകൾ കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അമറലുകളും ആക്രോശങ്ങളും വെടിയുണ്ടകളേക്കാൾ ശക്തമാവുന്ന നിമിഷങ്ങളിൽ വായനക്കാരനെ കൂടെ ഏർക്കാനയുടെ ഭൂമികയിലേക്ക് പറിച്ചു നടാൻ നോവലിസ്റ്റിന് സാധിക്കുന്നുമുണ്ട്. ഏർക്കാനയിലെ പല വഴികൾ പോലെ നോവലിലും പല വഴികളുണ്ട്. തലമുറകൾ നീണ്ടു നിൽക്കുന്ന പകയുടെ വഴികൾ, പിരിയാൻ പറ്റാതെ പോയ പ്രണയത്തിൻ്റെ വഴികൾ, സങ്കടപ്പെയ്ത്തുകളുടെ മുകളിൽ മരണം വിതച്ച വഴികൾ, ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ വഴികൾ. അങ്ങനെ ഓരോ ദിശയിലും പുതിയ വഴികൾ തുറക്കുമ്പോഴും അവിടുത്തെ കാഴ്ചകളെ, ജീവിതങ്ങളെ കൃത്യമായി അടുക്കി വയ്ക്കാനും നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട്. മരണവംശം വായിക്കേണ്ടുന്ന ഒരു നോവൽ തന്നെയാണ്. വടക്കൻ മലബാറിന്റെ ലോകത്ത് കഥ നടക്കുമ്പോൾ അവിടുത്തെ പ്രയോഗങ്ങളെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് തീർത്തും അപരിചിതം എന്ന നിലയിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുന്ന പ്രയോഗങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. തീർത്തും ഇല്ല എന്നല്ല, പക്ഷേ അവയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നാട് വിട്ട ശേഷം കേൾക്കാതെ പോയതോ പറയാതെ പോയതോ വിസ്മൃതിയിലേക്ക് പോയതോ ആയ ഒട്ടേറെ പ്രയോഗങ്ങളുടെ തിരിച്ചുവരവ് കൂടെയായിരുന്നു ഈ നോവൽ വായന. അലസിയും ബൗസും ഒന്നരാടവും ഒക്കെ പഴയകാല ഓർമ്മകൾക്കൊപ്പം വായനയിലൂടെ തിരിച്ചു വന്നു. ഷാജികുമാറിന്റെ എഴുത്തിൽ മറ്റൊരു പ്രധാന കാര്യം തോന്നിയിട്ടുള്ളത് ഇതിലെ സെന്റൻസുകളെ, പാരഗ്രാഫുകളെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നതിലാണ്. തുടങ്ങിയാൽ അവസാനിക്കുന്നതുവരെ വാക്കുകളെ ചേർത്ത് വയ്ക്കുന്നത്, അതിൻ്റെ ഒരു താളം എന്നത് ഗംഭീരമായി അനുഭവപ്പെട്ട ഒട്ടേറെ മൊമെന്റ്സ് മരണവംശത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് രസമായി തന്നെ എഴുതിയിട്ടുമുണ്ട്. കാടും മനുഷ്യനും ജീവജാലങ്ങളുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നോവലിനൊപ്പം സഞ്ചരിക്കാനും സാധിക്കുന്നുണ്ട്. വായനയുടെ സുഖമുള്ള ഒരനുഭവം. രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ നോവലിൻ്റെ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തിയതും നല്ലതായി തന്നെ അനുഭവപ്പെട്ടു. 9-ാം നിറത്തിൽ അരവിന്ദൻ്റെ കഥ പറയുന്നുണ്ട്. കയ്യിൽ കെണിയുന്ന ജീവികളെ ഉപദ്രവിക്കുന്നതിൽ അരവിന്ദൻ അതിരില്ലാത്ത സന്തോഷവും ആനന്ദവും കണ്ടെത്തിയിരുന്നു. ഞാൻ പെറ്റ കുഞ്ഞുങ്ങളെ അവൻ ജീവനോടെ കുഴിച്ചിട്ടു. മണ്ണ് മാന്തിയ എന്നെ അവൻ തല്ലി ഒടിച്ചു. ശ്വാസം കിട്ടാതെ എൻ്റെ മക്കൾ മണ്ണിനടിയിൽ കിടന്ന് കരയുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. താഴത്തെ മരക്കൊമ്പിൽ കാറ്റുകൊള്ളാൻ കിടന്ന പൂച്ച കരഞ്ഞു.
കിളികളെ പിടിച്ച് ചിറകുകളിൽ ചിമ്മിണി പുരട്ടും അരവിന്ദൻ. കുഞ്ഞുങ്ങളെ പൊത്തിപ്പിടിച്ച് മൈന നെടുവീർപ്പിട്ടു. അരവിന്ദൻ പിടിക്കുമെന്ന ഭീതിയിൽ പാലോറിലെ പക്ഷികൾ കൂടുകൾ ഉപേക്ഷിച്ച് പുതിയ ഇടങ്ങൾ തേടി യാത്രയായി. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. കാര്യമറിയാത്ത കിളികൾ അവന്റെ മരണക്കളിയിൽ കുടുങ്ങി. ആഞ്ഞിലി മരത്തിന്റെ പൊത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കണ്ണിന്റെ കാഴ്ച കുഴിഞ്ഞു പോയ വയസ്സൻ മൈനയെ ഒരിക്കൽ അവൻ തോർത്തിട്ട് പിടിച്ചു. തന്റെ പിൻഗാമികളെ മനുഷ്യൻ പിടിച്ചു വളർത്തുന്നത് ഒറ്റമൈന കണ്ടിട്ടുണ്ട്. മരണകാലത്ത് മനുഷ്യവിധി തേടി വന്നല്ലോ. ഒറ്റമൈന കുണ്ഠിതപ്പെടവേ അരവിന്ദൻ എന്തോ പറഞ്ഞ് ചിരിച്ച് ചിറകുകളിൽ ചിമ്മിണി ഒഴിച്ചു. ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന് ഒറ്റമൈനക്ക് മനസ്സിലാകും മുൻപ് അവൻ ചിറകുകൾക്ക് തീ കൊടുത്തിരുന്നു. കണ്ണിൽ കയറിക്കൂടിയ ഇരുട്ടിൽ വഴി കാണാതെ ചിറകുകൾ കത്തുന്നതിന്റെ പിടച്ചിലിൽ ഒറ്റമൈന പറന്നുയർന്നു. അവൻ ആനന്ദലഹരി കൊളുത്തിയ പക്ഷികളെ പോലെ ആയിരുന്നില്ല ഒറ്റമൈന. വേദനയുടെ ആകാശ ചുഴിയിൽ കറങ്ങുമ്പോഴും ചിറകുകൾ കത്തിത്തീരും വരെ പറക്കും ഒറ്റമൈന ഉറപ്പിച്ചിരുന്നു. അസാധാരണമായ മുഴക്കത്തിൽ ചിലച്ച് ഒറ്റമൈന ഉയരങ്ങളിലേക്ക് പറന്നു. തീയിൽ കത്തിയെരിയുന്ന ഒറ്റമൈനയുടെ ചിറകുകളുടെ ഒച്ച കാറ്റിനെ കെട്ടിയിട്ട് തല്ലുന്നത് പോലെ ഉയർന്നു. ഉറക്കം പോയ പാലോറിലെ പക്ഷികൾ അത്ഭുതത്തോടെ ആ കാഴ്ചകൾ നോക്കി നിന്നു. അരവിന്ദനും പത്മനാഭനും ഒറ്റമൈനയുടെ വഴികളിലേക്ക് തലയുയർത്തിക്കൊണ്ട് പാഞ്ഞു. തീയിൽ കത്തിയൊടുങ്ങുന്നതിന്റെ നിമിഷവേഗത്തിൽ ഒറ്റമൈന വാരിപ്പിടിച്ചത് മുളിപ്പുല്ലുകൾ മേഞ്ഞ ചാപ്പയെ. ഒറ്റമൈനയിൽ നിന്നും തീ മുളിയിലേക്ക് ആളിപ്പടരുന്നത് തലയ്ക്ക് കയ്യും വെച്ച് പത്മനാഭൻ നോക്കി നിന്നു. അത് അവന്റെ ചാപ്പയായിരുന്നു. ഒറ്റമൈന തീയിൽ മാഞ്ഞുപോയി. ജീവിതത്തോട് പെരുമാറാൻ പഠിക്കട. ചാപ്പ പത്മനാഭന് നേർക്കുകൊളുത്തിയ പന്തമായി എരിഞ്ഞു. മാതൃഭൂമി ബുക്സാണ് മരണവംശം പുറത്തിറക്കിയിരിക്കുന്നത്. 420 രൂപയാണ് വില. ഈ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. ബുക്ക് മാർക്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.